നാം വിചാരിക്കുന്നതിൽ ഒക്കെ അപ്പുറമായിട്ടാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത്. ഒരിക്കൽ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷ കാലയളവിൽ തൻ്റെ കൂട്ടത്തിൽ വന്നതായ പുരുഷാരത്തിന് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ എന്ന് ശിഷ്യന്മാരോട് പറയുവാനായിട്ടിടയായിത്തീർന്നു. ശിഷ്യന്മാരാകെ അങ്കലാപ്പിലായി. അവർ പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ ആകെ 200 പണമുള്ളൂ, ആ പണം കൊണ്ട് ഇത്രയും വരുന്ന പുരുഷാരത്തിന് കൊടുക്കുവാൻ കഴിയുമോ എന്ന് പറയുവാനായിട്ടിടയായിത്തീർന്നു. എന്നാൽ അവിടെ ഒരു ബാലന്റെ കയ്യിൽ 5 അപ്പവും 2 മീനും ഉണ്ടായിരുന്നു. കർത്താവ് ആ അപ്പത്തെ വാഴ്ത്തി അവരുടെ കരങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ ആ പുരുഷാരത്തിന് മുഴുവൻ കൊടുക്കുവാൻ പറ്റുന്ന നിലയിൽ ദൈവം അപ്പത്തെ വർദ്ധിപ്പിക്കുവാൻ ഇടയായി തീർന്നു. ശിഷ്യന്മാർ വിചാരിച്ചത് എങ്ങനെ ഇത് നടക്കുമെന്നാണ്, എങ്ങനെ ഇത്രയും പേർക്ക് ആഹാരം കൊടുക്കുമെന്നാണ്. എന്നാൽ ദൈവം അവരുടെ ചിന്തകൾക്കും അവരുടെ വിചാരങ്ങൾക്കും അപ്പുറമായിട്ട് പ്രവർത്തിച്ചു. ദൈവം അപ്പത്തെ വർദ്ധിപ്പിക്കുവാനിടയായി തീർന്നു. അവർക്ക് വേണ്ടി ആ പുരുഷാരത്തെ കുറിച്ച് ദൈവത്തിനൊരു വലിയ കരുതൽ ഉണ്ടായിരുന്നു. കരുതൽ മാത്രമല്ല, അവൻ എന്തു ചെയ്തെന്നറിയാമോ? അപ്പത്തെ വർദ്ധിപ്പിച്ചു. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്നവരെ ഞാൻ പറയാം, നിങ്ങൾ വിചാരിക്കുന്നതിലും നിങ്ങൾ ചിന്തിക്കുന്നതിലും അപ്പുറമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുവാൻ പോകുകയാണ്. നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുന്ന ഒരു വലിയവനായിരിക്കുന്ന ദൈവത്തെയാണ് വിശുദ്ധ ബൈബിൾ നമ്മെ പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് നീ ചിന്തിക്കുന്നതിനപ്പുറമായിട്ട് ദൈവം അത്ഭുതങ്ങളെ ചെയ്യുവാൻ പോകുന്നു. വിശ്വസിക്കുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.